സഞ്ജു കയറി വരണം പ്രാർത്ഥിക്കുന്ന കുറെ പേരുണ്ട്. അതില് താഴ്ന്നു പോകുന്നത് പന്താണ്. അല്ലല്ല, ഞാൻ ഈ IPL ഇപ്പൊ ഫുൾ IPL എന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ IPL ഒരു യങ് ബാറ്റ്സ്മാന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മയോ ഒന്നും അല്ല, അത് ഋഷഭ് പന്താണ്. ഋഷഭ് പന്ത് 2018 സീസണിലൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പെർഫോമൻസ്, 17 സീസണിലൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഡൽഹിയിൽ കളിക്കുന്ന സമയത്ത് അതാണ് ഒരു യങ്ങസ്റ്റ് ഇന്ത്യൻ ബാറ്റ്സ്മാന്റെ ഒരു സീസണിലെ ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും വലിയ ടാലന്റ് ആണ് പന്ത്. പക്ഷേ അദ്ദേഹത്തിന് ആക്സിഡന്റ് കാണുന്ന ബാറ്റിംഗിൽ അദ്ദേഹം ഡിപ്പ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പന്തിന്റെ കേസ് മാറ്റിയത് ടീമിലോട്ട് വരുമ്പോൾ ഇവർ കഴിഞ്ഞ വർഷം അത്യാവശ്യം ഒരുപാട് കളികൾ ജയിച്ചത് ഓപ്പണിംഗിൽ മാർഷും അതുപോലെ മാർക്കറും കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ കളി നല്ല തുടക്കം തന്നെ, അതുപോലെ പൂറന്റെ ഒരു ഫോമൊക്കെ ആയിരുന്നു. ഈ സീസണിൽ അവർ മാർക്കറം ഓപ്പണിംഗിൽ 1-2 കളി അദ്ദേഹത്തിന് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തപ്പോൾ മാർക്കറിനെ ഓപ്പണിംഗ് മാറ്റി. മാർക്കറം ഡിസൈൻഡ് ഫോർ ഓപ്പണിംഗ് റോൾ, അദ്ദേഹം ഓപ്പണിംഗ് റോളല്ലാതെ എവിടെയും നല്ല രീതിയിൽ കളിക്കില്ല. സൺറൈസേഴ്സിൽ അദ്ദേഹം മിഡിൽ ഓർഡർ കളിച്ചിരുന്നു, അവിടെ ഒന്നും വലിയ കളി വന്നിട്ടില്ല. LSGയിൽ ഓപ്പണിംഗ് കളിച്ചപ്പോഴാണ് മാർക്കറം കളിച്ചത്. അപ്പോൾ ഓപ്പണിംഗ് എടുത്ത് മാറ്റിയപ്പോൾ മാർക്കർ എന്ന് പറഞ്ഞാൽ പ്ലെയറിൽ നിന്ന് കോൺട്രിബ്യൂഷൻസ് വരാതെ, പിന്നെ മാർഷ് ഒറ്റയ്ക്ക് ചില കളികൾ കളിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇംഗ്ലീഷ് ആദ്യത്തെ കുറച്ച് കളി അവൈലബിൾ അല്ല, നിക്കോളാസ് പൂരൻ ഫോം ഔട്ട്. ഇതിനൊക്കെ പുറമെ പന്ത് ഇറങ്ങുന്നത് എവിടെയാണ്? പന്ത് ടോപ്പ് ഓർഡറിൽ വന്ന് കളിക്കുകയാണ്, അതായത് 2 വിക്കറ്റ് പോകുമ്പോൾ കളിക്കുകയാണ്. പന്ത് ടോപ്പ് ഓർഡറിൽ കളിക്കുമ്പോൾ പന്തിന് ഓൾറെഡി ക്യാപ്റ്റനാണ്, ഓൾറെഡി ടീം ഇത്രയും സ്ട്രഗ്ലിംഗ് ആണ്, റൺസാണ്. അപ്പോൾ പന്തിന് അവിടെ റൺസ് കളിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ടെസ്റ്റ് കാണും, ഇന്ത്യ ടെസ്റ്റ് കാണും, കണ്ടിട്ടുണ്ട് പന്ത് ഫ്രീ ആയിട്ട് അവിടെ കളിക്കുക. പന്ത് ബാക്കിലോട്ടൊക്കെ ഇഷ്ടംപോലെ ഷോട്ട് അടിക്കും. IPL ഇപ്പോൾ എത്ര ഷോട്ട് പന്ത് ബാക്കിലോട്ട് കളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ റിവേഴ്സ് കളിച്ചിട്ടുണ്ടാവും. ടെസ്റ്റ് ടീമിൽ ഇന്ത്യക്ക് ടെസ്റ്റ് കളിക്കുമ്പോൾ അതിപ്പോൾ BGT ആണ്, ടെസ്റ്റിന് അത്രയും ക്രൂഷ്യൽ ഗെയിമാണ്. പന്തിന് വിഷയമില്ല, പന്ത് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കും, പന്ത് ബാക്കിലോട്ട് കളിക്കും, തിരിഞ്ഞ് കളിക്കും, കിടന്നൊക്കെ അടിക്കും. പക്ഷേ LSGയിൽ കളിക്കുമ്പോൾ പന്ത് ഭയങ്കര ബാക്ക് ഫൂട്ടിൽ ഇറങ്ങി കളിക്കുകയാണ്, ബാക്ക് ഫൂട്ടിൽ ഇറങ്ങി ഭയങ്കര ഡിഫെൻസീവായിട്ട് പന്ത് കളിക്കുകയാണ്. പന്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിലല്ല പന്ത് കളിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ബാറ്റിംഗിൽ മൊത്തത്തിൽ നെഗറ്റീവ് അപ്രോച്ച്. ഇപ്പോൾ പന്തിന് ക്യാപ്റ്റൻസി പ്രഷർ ഉള്ളതുകൊണ്ടൊക്കെ ആവാം. പിന്നീട് അങ്ങോട്ട് ഇവർ ഇന്നലെ സ്ക്വാഡിലിട്ട് രഘുവംശി അല്ലെങ്കിൽ ഹിമ്മത് സിംഗ്, ഇവരൊക്കെ ഒരു ODI സ്റ്റൈൽ പ്ലേയേഴ്സാണ്. ഇവരിങ്ങനെ ക്ലാസ് കളിച്ചു പോകുന്ന പ്ലേയേഴ്സാണ്, ഇപ്പോൾ കാർത്തിക് ശർമ്മയെ പോലെയൊക്കെ.